നിനക്കെന്തായാലും സമനില കിട്ടിയത് നന്നായി. അത്ര നന്നായി ഒന്നുമില്ല. ഇല്ലെങ്കിൽ ഈ സമനിലയുടെ കാര്യത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയേനെ. തെണ്ടി എന്തൊക്കെ ബഹളമായിരുന്നു. CR7 എന്ന നെടുന്തൂണ്ടുള്ള പിള്ള ആത്മവിശ്വാസം, ഫോർക്ക പോർച്ചുകൾ എന്ന ശബ്ദ തിരമാലകൾ. എന്നിട്ട് ഇപ്പൊ എന്തായി? അളിയ ശവത്തി കുത്തല്ലേടാ. കുത്തും, അതെനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്നാലും ഒരു അക്ഷരം പോലും തെറ്റിയില്ല. എന്റെ CR7 തൂട് തന്നെയായിരുന്നു. ആ ബോക്സിൽ ഇങ്ങനെ ഒറ്റ നിപ്പ അനങ്ങുന്നത് പോലും ഞാൻ കണ്ടില്ല. 1-1 സമനില അത്ര മോശം സ്കോർ ഒന്നും അല്ലേ അളിയ. മിനിമം ഒരു 3-0 ജയിക്കേണ്ട ടീമല്ലേ ഈ പോർച്ചുഗല്. അവര് 1-1 സമനില തളച്ചപ്പോ ഊഹിക്കാൻ പറ്റുന്നുണ്ടോ ആ കോങ്കോന്റെ റേഞ്ച്? നിങ്ങൾ സമനില അല്ലായിരുന്ന? ഞങ്ങൾക്ക് പിന്നെ സുൽത്താൻ ഇല്ലാത്തോണ്ടാണ് സമനില കിട്ടിയെന്ന് വാദിക്കാം. നിങ്ങൾ എന്ത് പറയും? നെടുന്തോണ്ട് ടീമിൽ നിൽക്കല്ലേ. CR7 ഇൻസ്റ്റയിൽ പോസ്റ്റ് ഒക്കെ ഇട്ടുണ്ട്. അല്ലെങ്കിൽ അയാൾക്ക് ഇനി ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ പോസ്റ്റ് ഇട്ട് നടക്കണത് നല്ലത്. ബാസ്റ്റിനെ അണ്ണാവെ പറ്റി അങ്ങനെയൊന്നും ചൊല്ലക്കൂടാது. ഞങ്ങൾക്ക് വന്ന് അന്ത മനുഷ്യൻ കടവുൾ എന്നൊരു അമ്പലം കെട്ടി പൂജിക്കായിരുന്നില്ല. എന്നിട്ട് നെടുന്തൂൺ അമ്പലം കമ്മിറ്റിന്ന് പേരിട്. അല്ല എന്താ പറഞ്ഞ പോസ്റ്റില്? ഇതല്ല നമുക്ക് വേണ്ട തുടക്കം. പിന്നെ കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അടുത്ത കളിയിൽ ഫോക്കസ് ചെയ്യാം. ഇത് ഇവിടെ വന്ന് പറയണ്ട, ടീമിൽ പറയാൻ പറ. അളിയ അവന്മാര് വരുമ്പോ ഞാൻ എന്ത് പറഞ്ഞ് ന്യായീകരിക്കും? ഓക്കെ, ഐ വിൽ ടീച്ച് യു. ഫസ്റ്റ് ഡയലോഗ്. കളി തോറ്റൊന്നുമില്ലല്ലോ, സമനിലയല്ലോ ഇത്ര കളിയൊക്കെ എന്തിരിക്കുന്നു. അപ്പൊ അവര് ഈ സമനില നിങ്ങൾക്ക് തോറ്റ പോലെയാണെന്ന് പറഞ്ഞ് എന്ത് പറയണം? എനിക്ക് സമനില കിട്ടിയപ്പോ ഈ ഡയലോഗാണോ നീ എന്നോട് പറഞ്ഞത്? ഇല്ല, ഞാനങ്ങനെ ചെയ്യോടാ. പറയും, നീ അത്രക്കാരനെ പറഞ്ഞാടാ. അങ്ങനെ തോറ്റ പോലെയാണെന്ന് പറയുകയാണെങ്കിൽ പറയണം, ഞങ്ങളുടെ ഈ സമനില ബാക്കിയുള്ള ടീം ആഘോഷമാക്കുന്നുണ്ടെങ്കിൽ ഊഹിക്കാൻ പറ്റുന്നുണ്ടോടാ ഞങ്ങളുടെ ടീമിന്റെ റേഞ്ച്. അത് കൊള്ളാം, നിനക്ക് നല്ല എക്സ്പീരിയൻസ് ആണല്ലേ. അടുത്ത 2 കളി ഗോൾ മഴ വർഷിച്ച് ടീമിലെ ചാമ്പ്യന്മാരായി ഗ്രൂപ്പ് സ്റ്റേജ് കടക്കുന്നു കൂടി പറഞ്ഞ സെറ്റ്. ഓക്കെ, എന്നാലും ഈ സമനിലയൊക്കെ പിടിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ അണ്ണൻ ഫാൻസ് ഇത് എങ്ങനെ സഹിക്കും? സാരില്ലടാ, ആദ്യം ചെറിയ വിഷമമൊക്കെ കാണും. ആണാ? പിന്നെ അത് ശീലായിക്കോളും. അത് ശരി. പറഞ്ഞു, നീ ഈ സ്കില്ല് എങ്ങനെ പഠിച്ചു? ഏത് സ്കില്ലളിയ? ഈ കൈ കുത്തി നടക്കണ സ്കില്ല്. ജയിക്കാണ്ട് കാല് കുത്തില്ല എന്നല്ല നീ ഇന്നലെ പറഞ്ഞ്? അത് തന്നെ. ഓ, ഊതിയതാണല്ലേ. കാറ്റടിച്ചപ്പോ മനസ്സിലായില്ല അളിയ. പൊറിഞ്ചു, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ അവിടെ എന്തോ റാലി നടക്കണ്. ഏത് റാലി അളിയ? കോങ്കോറസ് ഈ തവണത്തെ ഇലക്ഷൻ ജയിച്ചില്ല, അതിന്റെ റാലി ആയിരുന്നു. ചിരിച്ചാടാ, ചിരിച്ചോ. ഗബ്രു സ്കോർ. എനിക്കൊരു ദിവസം വരും. എടാ പൊറിഞ്ചു, നീ വിഷമിക്കണ്ടടാ. നിനക്കെങ്കിലും എന്നോട് സ്നേഹം ഉണ്ടല്ലോ അളിയ. പക്ഷെ എനിക്കൊരു ഡൗട്ട്. എന്താടാ? ഈ ഡോക്ടറിന്റെ ഷോർട്ട് ഫോം എന്നിട്ടാ DR എന്താണോ? ഓ, സമനില കിട്ടിയ ആൾക്കാർ ഇങ്ങോട്ടും ഉണ്ടണ്ട. സ്കോർ. എന്നാലും ഡ്രോ എന്നൊക്കെ പറഞ്ഞാ മോശം എന്ന് പറഞ്ഞാ പോരാ. മോശം. നിന്റെ അണ്ണന്റെ കളി ഞങ്ങള് കണ്ടു. അതെ, നല്ല 3G കളി ഉള്ളത് പറയാലോ. പറഞ്ഞു, CR7 ബെഞ്ചിലിരിക്കുന്നതായിരുന്നു ഇതിലും ഭേദം. അതെ, 90 മിനിറ്റ് ആ ഗ്രൗണ്ടിൽ ഉണ്ടായിട്ട് പെനാൽറ്റി ബോക്സിൽ നിന്ന് ഇറങ്ങുന്നത് ഞങ്ങള് കണ്ടില്ല. രാവിലെ തൊട്ട് ഊക്കാണല്ലോ ദൈവമേ. എടാ അങ്ങനെ പറയല്ലേ, അന്വേഷമാവും. ഓ, അവന്റെ സിൽബന്തിക്കാരൊക്കെ ഇവിടെ ഉണ്ടോ? ബാസ്റ്റിനെ നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചു. നീയെങ്കിലും ഉണ്ടല്ലോ ഉമ്മാരുടെ ഇടയിൽ തന്നെ രക്ഷിക്കുക. പുള്ളി നെടുന്തൂണായിരുന്നില്ല, കോങ്കോന്റെ പോസ്റ്റിന്റെ 3ാമത്തെ തോണായിരുന്നു CR7. അത് ഊക്കായിരുന്നല്ലേ. ചിരിക്കി, നീയും ചിരിക്കി, എല്ലാരും ചിരിക്കി, എല്ലാവർക്കും സന്തോഷാവട്ടെ. ഞങ്ങളുടെ ഈ സമനില നിങ്ങളൊക്കെ ആഘോഷിക്ക്. ചാരത്തിൽ നിന്ന് ഉയർത്തു വരുന്ന ഫീനിക്സ് പക്ഷിയായി ഞങ്ങൾ ഉയർന്നു വരും. അന്ന് നിങ്ങളുടെ ഈ ചിരി നിങ്ങളുടെ മുഖത്ത് കാണണം. ഫീനിക്സ് പക്ഷിയാ? എത്ര കൊല്ലമായി പറന്ന് ഉയരാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കാനില്ല. നീ വല്ലാണ്ട് ചിരിക്കണ്ട, നീ ഡ്രോയല്ലേ? അതെ, ഞാൻ എല്ലാരും കൂടി എന്റെ നെഞ്ചത്തേക്ക് കയറും.